കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ട് ബുൾ മാർക്കറ്റാണ്. അത് ട്രംപ് ഇലക്ഷനിൽ വിജയിച്ച് കഴിഞ്ഞിട്ട്. ഇപ്പോൾ ബിറ്റ്കോയിൻ അറിയാമല്ലോ, ബിറ്റ്കോയിൻ 98,000 ഒക്കെ ഹിറ്റ് ചെയ്തിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഡോജാണ് ഇപ്പോൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഡോജ് ഒരു 3 ആഴ്ച മുന്നേ വരെ 0.08, ഓക്കെ. ഈ വർഷം തന്നെ 0.05 ഹിറ്റ് ചെയ്തിരുന്നു ഡോജ്. അത് കഴിഞ്ഞിട്ട് 0.08 ഇപ്പോൾ ഡോജ് നിൽക്കുന്നത് 0.48 ആണ് ഹിറ്റ് ചെയ്തത്. അതായത് നിങ്ങൾ ഒരു മാസം മുന്നേ ഒരു 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു 6 ടൈംസ്. പക്ഷേ ഇത് ആക്ച്വലി നിങ്ങൾക്ക് അറിയാമല്ലോ, കഴിഞ്ഞു പോയതിനെക്കുറിച്ച് പറയാൻ എളുപ്പമായിരിക്കും. നിങ്ങൾ ഇന്ന മാസം ഇത്രാം തീയതി 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഇത്ര കിട്ടിയാണ്. പക്ഷേ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ ചില ഭാഗ്യവാന്മാർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് താഴേക്ക് ഒരു 30 ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു സ്ട്രാറ്റജി പറയാം. ഒരു $400 നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മണി എത്രയാണ്, ഇവൻ $100 ആണെങ്കിൽ പോലും അതൊരു 4 ക്വാർട്ടറായിട്ട് ഡിവൈഡ് ചെയ്യാം, ഓക്കെ. ഇതിന് താഴെ പോയി ഒരു 30.30 ഹിറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾ $100 ആണ്, ഒരു $25 മേടിക്കുക, ഓക്കെ. പിന്നെ താഴേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ മേടിച്ചത് സെല്ല് ചെയ്യരുത്, ഒരു 20 ഹിറ്റ് ചെയ്യാണ്, 20 വാങ്ങുക, ഒരു $25, ഓക്കെ. വീണ്ടും താഴെ പോകുന്ന ഒരു 15 വരെയാണ്, 0.15 വരെയാണ് വാങ്ങുക, ബാക്കി $25. 0.10 വരെയാണെങ്കിൽ ലാസ്റ്റത്തെ $25 വാങ്ങുക, ഓക്കെ. പക്ഷേ എത്ര താഴെ പോയാലും നിങ്ങളത് സെല്ല് ചെയ്യരുത്, ഓക്കെ. ചിലപ്പോൾ ഒരു വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അതിൽ കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. ബട്ട് ഹോൾഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ 5 ടൈംസ് 6 ടൈംസ് റിട്ടേൺ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ പേഷ്യൻസ്, ക്ഷമയാണ് വേണ്ടത്. എനിക്കറിയാമല്ലോ, നിങ്ങൾ 1,00,000 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ ഒരു വർഷം കിട്ടാൻ 7%. 1,00,000 രൂപ ബാങ്കിൽ FD ഇട്ടാൽ ഒരു വർഷം നിങ്ങൾക്ക് 7,000 രൂപ കിട്ടും, ഓക്കെ. പക്ഷേ അത് റിസ്ക് ഫ്രീ ആണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ കയ്യിലുള്ള കാശ് എല്ലാം ക്രിപ്റ്റോയിലൊന്നും ഇറക്കരുത്. ഒരു $100 മാക്സിമം നിങ്ങൾ ബിഗിനറാണെങ്കിൽ, ഓക്കെ. ഡോജ് ഒന്ന് ഫോളോ ചെയ്തേക്ക്, ഓക്കെ. പക്ഷേ പൈസ നിങ്ങൾ റിസ്ക് എടുക്കരുത് കേട്ടോ. അതായത് കയ്യിലുള്ള മുഴുവൻ പൈസയോ, കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത ഇങ്ങനെയാണ്. നിങ്ങളിപ്പോൾ കുറച്ച് പ്രോഫിറ്റ് കിട്ടുമ്പോൾ വിചാരിക്കും, ഞാൻ $100 വെച്ചിട്ട് ഇത്രയും പ്രോഫിറ്റ് കിട്ടി, ഒരു $1,000 $10,000 കിട്ടുന്ന എത്ര പ്രോഫിറ്റ് കിട്ടിയേനെ, അങ്ങനെ വിചാരിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ ആ $10,000 $1,000 പോകും, ഓക്കെ. സോ ബി കെയർഫുൾ.